ഇന്റർനാഷണൽ സ്കൂളാണെന്നൊക്കെ പറയുന്നത്. ഞാൻ ഒരു ഭാഗത്ത് നോക്കിയിട്ട് ഇന്റർനാഷണൽ സ്കൂളാണെന്ന് അറിയില്ല. ഒന്നാമത് ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളെ കുട്ടിയെ നഷ്ടപ്പെട്ടു. അത് ഇവർ എന്ത് തന്നെ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിനെ കിട്ടൂല. 100% ഉറപ്പാണ്. പൂർണ്ണമായിട്ടുള്ള അനാസ്ഥ അവരുടെ ഈ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ 3 പ്രാവശ്യമാണ് ഇവരെ സ്കൂള് മാത്രം എന്ത് ചെയ്തത്, അപകടത്തിൽ പെട്ടത്. ഒരുപാട് സ്കൂളുകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. മുറയൂർ പഞ്ചായത്തിലുണ്ട്, അതേപോലെ തന്നെ മുസേനാട് പഞ്ചായത്തിലുണ്ട്. ഇവരെ സ്കൂള് മാത്രമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത്. എത്ര പ്രാവശ്യങ്ങൾ മാനേജ്മെന്റിനോട് നമ്മൾ പറഞ്ഞത് നിങ്ങളെ സ്കൂൾ അപകടത്തിൽപ്പെടുന്നു ഇല്ലേ? പറഞ്ഞില്ലേ ഹർഷിത? ഒരുപാട് പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചെറുച്ചിട്ട് നാളെ ശരിയാക്കാം? അതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പണ്ട് ചെറിയ നിന്നില്ലേ? ഞങ്ങളെ കുട്ടികളെ പറഞ്ഞ് ചെറിയ നിന്നില്ലേ? ആലോചിച്ച് നോക്ക്. 5-6 കൊല്ലം കാതിൽ നിന്നിട്ട് കുട്ടിയാണ്. ആരാക്കി തരാ കുട്ടിനെ? നിങ്ങളിപ്പോ ഇവിടെ കൊമ്പിട്ട് നമ്മൾ മുന്നിൽ നമസ്കരിക്കും. ഇന്ന് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു. നാളെ ഇവിടെ പിന്നെ കളക്ടർ ഓർഗാനോട് വരുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു കൊടുക്കും നിങ്ങളെ വിദ്യാഭ്യാസം. ഇതിൽ രക്ഷിതാക്കൾ ആരൊക്കെ ഉണ്ട്? എത്ര രക്ഷിതാക്കൾക്കറിയാം ഈ സ്കൂളിന് അംഗീകാരം ഉണ്ടോ ഇല്ലെന്ന്? എത്ര രക്ഷിതാക്കൾക്കറിയാം ഈ സ്കൂളിന് അംഗീകാരം ഇല്ല? ആദ്യം മനസ്സിലായിക്കോളി. മാണിന്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഈ സ്കൂളിന് ഒരു അംഗീകാരം ഇല്ല എന്നുള്ളത് ഞാൻ മണിക്കൂടെ പ്രൂഫ് വെക്കാം. എന്റെ മൊബൈലിന് ബൈലിൽ പ്രൂഫ് ഉണ്ട്. നിങ്ങൾ എന്തോ അലക്കൊക്കെ ഇന്റർനാഷണൽ സ്കൂളാണ് ഈ കുട്ടികളോട് ചേർത്തത്. എന്ത് ധൈര്യത്തിന്റെ പേരില്ല? നിങ്ങളെ കുട്ടിക്ക് നാളെ ജീവമാണോ ഇവിടുത്തെ മാറ്റിക്കോളി. അല്ലെങ്കിൽ ഞങ്ങളെ കുട്ടിയുടെ അതേ അവസ്ഥ നിങ്ങളെ കുട്ടിക്ക് വരുന്നത് 100% ഞാൻ ഗ്യാരണ്ടി തരാം. ഇവരിങ്ങനെ ചുറ്റും മീറ്റിംഗിന് എല്ലാ മീറ്റിംഗിലും ചുറ്റും. ഒരു കുട്ടിക്ക് എത്ര റുപ്യ വാങ്ങണേ? 56 റുപ്യ വാങ്ങണേ അല്ലേ? എത്ര വാങ്ങണേ? വേണം മൈക്കിന്റെ എത്ര വാങ്ങണേ? 49 വാങ്ങണേ. ഈ 40 ഒരു മിനിറ്റ് ഞാൻ പറയാം. ഈ 49 എന്ത് ഫെസിലിറ്റിയാണ് ഈ സ്കൂളിലുള്ളത്? നിങ്ങൾ പറഞ്ഞു. ഇന്റർനാഷണൽ സ്കൂൾ നമ്മളൊക്കെ സ്കൂളിൽ അടുത്തുണ്ട്. നമ്മൾ പറയാൻ എന്താണ് ഇന്റർനാഷണൽ സ്കൂൾ ഞങ്ങൾക്കറിയാം.